ഹലോ കൂട്ടുകാരെ, ഇനിയിപ്പോ ഓണമൊക്കെ അല്ലേ. എല്ലാവരുടെയും വീടുകളിലൊക്കെ ഓണത്തിന്റെ ഒരുക്കങ്ങളായിരിക്കും അല്ലേ. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓണത്തിന് വേണ്ടിയുള്ള ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫൈനാക്കി അരച്ചെടുക്കണം. ഇഞ്ചി നല്ലതുപോലെ അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ജാറിൽ നിന്നെല്ലാം നല്ലതുപോലെ കഴുകി അതിന്റെ വെള്ളമോടൊഴിച്ച് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇഞ്ചിയുടെ കൊന്തും ആ ചാറും രണ്ടും രണ്ടായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. എല്ലാവരും നല്ല ഓണത്തിരക്കിലായിരിക്കും, അച്ചാറിടിയിലും ഡ്രസ്സ് വാങ്ങിക്കലും ഒക്കെ ആയിട്ട്. അപ്പൊ നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും മറക്കാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. എന്നാലേ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസുകളും ഷോർട്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. വീഡിയോസുകൾ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും ലൈക്കും ഒക്കെ ചെയ്യുക. കണ്ടില്ലേ, നമ്മൾ ഇഞ്ചിയുടെ നീര് വേറെയും അതിന്റെ കൊന്ത് സെപ്പറേറ്റ് ആയിട്ടും എടുത്തിരിക്കുന്നത്. ഇതുപോലെ എടുക്കണം. 20 കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞത്, 4 പച്ചമുളകും വട്ടത്തിലരിഞ്ഞതും കൂടി നമുക്ക് പാകം ചെയ്യാനായിട്ടുള്ള ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും നമ്മൾ കൊന്ത് മാറ്റിയിട്ടുണ്ടല്ലോ, ഇഞ്ചിയുടെ സെപ്പറേറ്റ് കൊന്ത് എടുത്ത് വെച്ചിരിക്കുന്നതൂടെ വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. കണ്ടില്ലേ, നല്ലതുപോലെ ഒരു ബ്രൗണിഷ് കളറായി വരുന്ന കണ്ടില്ലേ. നമ്മൾ ആദ്യം ഇട്ടതുപോലാണോ? അടുക്കി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികളെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുക. പൊടികളെല്ലാം നല്ലതുപോലെ വറുത്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ. വെള്ളം ഒന്നും സെപ്പറേറ്റ് ചേർക്കേണ്ട കാര്യം, നമ്മുടെ ഇഞ്ചിയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ നീര് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ പിഴുപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ആ പിഴുപുളിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നല്ലതുപോലെ പിഴിഞ്ഞ് ആ പുളിയുടെ സത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. ഇനി നമുക്ക് പാകം ചെയ്യാനായിട്ടുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെക്കുക. നമ്മൾ ഇനി ഇഞ്ചി പാകം ചെയ്യാൻ പോവുകയാണ്. മൺചട്ടി അടുപ്പിലേക്ക് വെക്കുക. വെളിച്ചെണ്ണ ചൂടാക്കുക. ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി അരപ്പുണ്ടല്ലോ, ആ ഇഞ്ചിയുടെ അരപ്പ് നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള ഇഞ്ചി നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ഇടുക. അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പലരും ഇഞ്ചി അച്ചാർ പല രീതിയിലാണ് ഇടുന്നത്. അതിലൊരു രീതിയാണ് നമ്മളിപ്പം ഈ കാണിക്കുന്നത്. കണ്ടില്ലേ, നല്ലതുപോലെ തിളച്ചു മറിയുന്നത്. നീര് നല്ലതുപോലെ പറ്റിച്ചെടുക്കണം. ഇപ്പം കണ്ടില്ല, ഒരു വേറൊരു ചെറിയൊരു കുറുകിയ പരുവത്തിലായിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഇഞ്ചി അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു
അരപ്പൊക്കെ നല്ലതുപോലെ പറ്റിച്ചെടുത്തിരിക്കുകയാണ്. കുറുകിയ ഒരു പരുവത്തിലായിരിക്കുകയാണ്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ. ഈ രീതിയിലൊന്ന് റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി അച്ചാർ അല്ലെങ്കിൽ ഇഞ്ചി അച്ചാർ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബായ്.